കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട പരിമളത്തിന്റെ മൃതദേഹവുമായി ചിന്നക്കനാൽ പന്നിയാർ എസ്റ്റേറ്റിൽ തൊഴിലാളികളുടെ പ്രതിഷേധം. തൊഴിലാളികളുടെ ജീവന സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നാവശ്യപ്പെട്ടാണ് സമരം. കഴിഞ്ഞ ദിവസം രാവിലെ എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴിയാണ് തൊഴിലാളികളെ കാട്ടാനക്കൂട്ടം ആക്രമിച്ചത്. പ്രിൻസ് ജെയിംസ് വിവരങ്ങൾ പങ്കുവയ്ക്കും. പ്രിൻസ്, വലിയ പ്രതിഷേധം ആണോ അവിടെ നടക്കുന്നത്? ഇന്നലെ തന്നെ കാട്ടാനയുടെ ആക്രമണത്തിലൂടെ തൊഴിലാളിയുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. എന്തൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം? തീർച്ചയായും വലിയ പ്രതിഷേധത്തിലാണ് പന്നിയാറത്തിലെ തോട്ടം തൊഴിലാളികൾ. വലിയ തോതിൽ കാട്ടാന ആക്രമണം ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. മുൻപും ഇവിടെ സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാവുകയും കാട്ടാന ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെട്ട അടക്കമുള്ള സാഹചര്യങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. ശക്തമായ ഒരു സുരക്ഷ തന്നെ ഈ തൊഴിലാളികൾക്കായി ഒരുക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ചും വാച്ചർമാരെ നിയോഗിച്ച് കാട്ടാനകളെ സാധിച്ച് തിരിച്ചറിയുകയും രാവിലെ പുലർച്ചെയൊക്കെ തൊഴിലാളികൾ എസ്റ്റേറ്റിലേക്ക് വരുന്ന സമയങ്ങളിൽ കാട്ടാന ഉണ്ടെങ്കിൽ അത്തരത്തിൽ നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കുകയും ചെയ്യണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇപ്പം മറ്റ് സൗകര്യങ്ങളും, അതായത് ആശുപത്രി സൗകര്യം അടക്കമുള്ള പര്യാപ്തതകളുണ്ട്, കൃത്യമായ ആംബുലൻസ് സൗകര്യങ്ങൾ ഇല്ലാത്ത സാഹചര്യങ്ങളുണ്ട്. ഇതൊക്കെ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ സമരം നടത്തുന്നത്. ഒപ്പം പരിമളത്തിന്റെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരവും ഒപ്പം ഇവരുടെ കുടുംബത്തിന് ആശ്രിത നിയമനവും നൽകുക ഉറപ്പുവരുത്തണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. ഈ പ്രതിഷേധം വലിയ തരത്തിൽ ശക്തമായി നടക്കുന്ന പശ്ചാത്തലത്തിൽ ഏതെങ്കിലും അധികൃതർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? ജില്ലാ ഭരണകൂടത്തിന് ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ ഇത് സംബന്ധിച്ച്? അത്തരത്തിലുള്ള ഇടപെടലുകൾ നിലവിൽ ഉണ്ടായിട്ടില്ല. എങ്കിലും സൂചിപ്പിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. മാസങ്ങൾക്ക് മുൻപ് അരിക്കൊമ്പൻ വിഷയം ശക്തമായ ഒരു സാഹചര്യത്തിൽ മുൻപോട്ട് വന്ന ചില നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. അന്ന് വനംവകുപ്പ് മന്ത്രിയുടെയും ജില്ലാ കളക്ടറുടെയും ഒക്കെ നേതൃത്വത്തിൽ സ്വീകരിച്ച കുറച്ച് നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. അതായത് ഏറ്റവും അധികം കാട്ടാന ആക്രമണം നേരിടുന്ന പന്നിയാർ എസ്റ്റേറ്റ് അടക്കമുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് സോളാർ ഫെൻസിംഗ് വ്യാപകമാക്കുമെന്നും ഒപ്പം അരിക്കൊമ്പനെ കൂടാതെ ഏറ്റവും കൂടുതൽ അപകടകാരികളായ തക്കക്കൊമ്പൻ, മൊട്ടവാലൻ തുടങ്ങിയ ആനകളെ റേഡിയോ കോളർ ഘടിപ്പിച്ച് നിരീക്ഷിക്കും എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ അന്ന് മുൻപോട്ട് വെച്ചിരുന്നു. എന്നാൽ അരിക്കൊമ്പനെ ഈ മേഖലയിൽ നിന്ന് മാറ്റിയതല്ലാതെ മറ്റ് ആവശ്യമായ നിർദ്ദേശങ്ങളൊന്നും മുൻപോട്ട് വെച്ച നിർദ്ദേശങ്ങളൊന്നും പാലിക്കപ്പെട്ടില്ല. പന്നിയാർ എസ്റ്റേറ്റില് മുൻപ് ഏറ്റവും അധികം ആനാക്രമണം നേരിട്ടിട്ടുള്ള ഒരു റേഷൻ കടയ്ക്ക് ചുറ്റും അവിടുത്തെ സ്കൂളിലൊക്കെ ചുറ്റുമായി സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഈ പദ്ധതി വിവിധ പ്രദേശങ്ങളിലേക്ക്, അതായത് തോട്ടം മേഖലയിലെ ജനവാസ മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുള്ള നടപടികൾ ഇതുവരെ സ്വീകരിച്ചില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഉണ്ട്. അതായത് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് നിലവിൽ ഇവർ ആവശ്യപ്പെടുന്നത്. ശരി പ്രിൻസ്.